BJP രാജ്യത്തിനകത്തുണ്ടാകുന്ന അപകടത്തെ ഏറ്റവും കൃത്യമായി കാണാൻ കഴിയുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇതുപോലെ നിലകൊണ്ട മറ്റൊരു സംസ്ഥാനമില്ല. അത്തരമൊരു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി മോഡി വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എന്തോ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, 30 സീറ്റുകൾ നേടും എന്ന് പറയുന്നതിന് യാതൊരു പ്രയാസവും BJPക്ക് ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാം എന്ന് പറഞ്ഞ് ഓഫീസ് തുറന്നിട്ടുള്ള കാൻഡിഡേറ്റിനെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പക്ഷെ സംഭവിച്ചെന്താ? നിലവിലുള്ളൊരു സീറ്റ് പോലും നഷ്ടമാകുന്ന അവസ്ഥയല്ലേ BJPയെ സംബന്ധിച്ചുണ്ടായത്. എന്ന് മാത്രമേ അവരുടെ വോട്ടിംഗ് ഷെയർ 15-ൽ നിന്ന് 12 കുറഞ്ഞു. BJPക്ക് ഒരു മാറ്റവും കേരളത്തിൽ ഉണ്ടാക്കാനാവില്ല. ഇവിടെ ഇപ്പോൾ BJP ഇന്ത്യ രാജ്യത്താകെ ശ്രമിക്കുന്നത് സാമധാന ഭേദ ദണ്ഡമുറകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും അതുപോലെ നേതാക്കന്മാരെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വിലക്ക് വാങ്ങാനുമാണല്ലോ. അത് ചിലപ്പോൾ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ ഇങ്ങനെ ആളുകൾ വിൽക്കാൻ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ BJPയുടെ ഇത്തരം പ്രചാരവേലക്കോ ഒരു കാരണവശാലും സാധ്യമാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ അശേഷം ഭയമില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമരം LDFും UDFും തമ്മിൽ തന്നെയാണ്. BJPക്ക് അക്കാര്യത്തിൽ വലിയ റോളൊന്നും നിർവഹിക്കാനേ ഇല്ല. ശരി.